ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിതിൻസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന റോന്തിനെ കുറിച്ചാണ്. ഇലവീഴ, പൂഞ്ചിറ, നായാട്ട്, ജോസഫ്, ദായിപ്പ റോന്ത്. ഞാൻ റോന്ത് കാണാൻ പോയത് നമ്മുടെ തിരുവല്ല കടപ്പറയിലുള്ള ആശീർവാദ് സിനിപ്ലക്സിലാണ്. നമ്മുടെ പ്രിയങ്കരായ നടൻ മോഹൻലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററാണ്. വളരെ നല്ല ആംബിയൻസും നല്ല സർവീസും ഉള്ളൊരു തിയേറ്ററാണ്. ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് കാണിച്ച് അകത്ത് കയറിയാൽ മതി. വളരെ വിശാലമായ ലോബിയും കാര്യങ്ങളൊക്കെയാണ്. OD1 നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 11:15 ഷോ. നമുക്കൊരു ചായയെ കുറിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. 11:15 ഷോ തുടങ്ങാറായി. അങ്ങനെ തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചു. വളരെ നല്ല ആംബിയൻസാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ലതാണ്. മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലേക്കാണ് സീറ്റ് പോയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിതിൻസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന റോന്തിനെ കുറിച്ചാണ്. ഷാഹി കബീർ എഴുതി ഷാഹി കബീർ തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമ റോന്ത്. ഇലവീഴ, പൂഞ്ചിറ, ജോസഫ്, നായാട്ട് എന്നിങ്ങനെയുള്ള അനേക ഹിറ്റുകൾ എഴുതിയ രചയിതാവാണ്, ഡയറക്ടറും കൂടെയാണ് നമ്മുടെ ഷാഹി കബീർ. ഇദ്ദേഹത്തിൻ്റെ പോലീസ് സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ മാസ് അല്ലെങ്കിൽ കയ്യടി മേടിച്ച് സ്ലോ മോഷനിൽ പോകുന്ന ഓഫീസേഴ്സിനെ കാണാൻ സാധിക്കില്ല. ഇതിൽ കാണുന്നത് സാധാരണക്കാരനായ വലിയ റാങ്കോ കാര്യങ്ങളോ കൂടിയ IPS പദവിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമൽ പോലീസുകാരൻ, അതായത് CPO, ഗ്രേഡ് SI അങ്ങനെ മുതലായുള്ള ആളുകളുടെ കഥയാണ് അദ്ദേഹം കൂടുതലും പറയാറുള്ളത്. ഈ കഴിഞ്ഞ അദ്ദേഹം എഴുതി സംവിധാനം അദ്ദേഹമല്ലായിരുന്നു. അദ്ദേഹം എഴുതിയ സിനിമ തന്നെയാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞത് ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിലെല്ലാം കാണാൻ സാധിക്കുന്ന പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ. ഈ ഡ്യൂട്ടി അവർ ഈ സർവീസിലിരിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്ന് നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ, പിഴവ് സംഭവിക്കണമെന്നില്ല, ഉന്നത ബന്ധങ്ങളുടെ ഇടപെടലുകൾ മൂലം സ്വന്തം സ്റ്റേഷനിൽ തന്നെ കേസ് സ്വന്തം പെടലിക്ക് തന്നെ ആകുന്ന സിറ്റുവേഷനുകൾ വരുന്നുണ്ട്. അത് പല പോലീസുകാർക്കും ഈ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പല പോലീസുകാരും ആത്മഹത്യ ചെയ്തെന്നും പല കേസിൽ പെട്ടെന്നും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ചില കളികൾ കൂടിയുണ്ട്. പിന്നെ മീഡിയാസും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും എങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ അത് വളച്ചൊടിച്ച് അടുത്തിരിക്കുന്നവൻ്റെ തലയിലാക്കാം എന്നും ഈ സിനിമയിലെ ചില രംഗങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സുരേഷ് ഗോപിയുടെയും ഷാജി കൈലാസിൻ്റെയും സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹിറ്റുകളുണ്ട്. പക്ഷെ അതെല്ലാം സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഓഫീസർ, അതിൻ്റെ ഷോയിസം. സുരേഷ് ഗോപിയുടെയും ഷാജി കൈലാസിൻ്റെ ഒരുപാട് കൈയടി നേറിയ ഹിറ്റ് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാത്ത ഒരു സാധാരണക്കാരൻ്റെ സിനിമയായിട്ട് നമുക്ക് ഈ റോന്തിനെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 നൈറ്റ് പട്രോളിങ് പോകുന്ന പോലീസുകാരുടെ കൂടെ അവർ ഫ്രണ്ടിൽ ഇരിക്കുന്നു, നമ്മൾ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റ് എങ്ങനെയായിരിക്കും, അതുപോലാണ് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പല കേസുകൾ, പല സ്റ്റേഷനിലെ വിവരങ്ങൾ വയർലെസ് വഴി കൈമാറി വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ, ഡ്യൂട്ടി കൈമാറുന്നത്, പിന്നെ അവരുടെ ഓരോരോ ഒഫീഷ്യൽ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാം. ഷാജി കൈലാസിൻ്റെ മറ്റ് സിനിമകളിൽ നമ്മൾ ആക്ഷൻ ഹീറോ പരിവേഷമുള്ള സുരേഷ് ഗോപിയുടെ മറ്റ് സീനുകൾ കണ്ട് കൈയടിക്കുന്നല്ലാതെ ഓഫീസിൽ അല്ലെ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിനിമയിലൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. കാര്യം ഇദ്ദേഹം നേരത്തെ പോലീസ് സർവീസ് ഇരുന്ന ആളാണ്. പിന്നീടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് A to Z കാര്യങ്ങൾ ഈ പോലീസ് സേനയിലെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാനും ഓരോ സീനുകൾ വരുമ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നി. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പക്കാ നാച്ചുറൽ ആക്ടിങ്, നോ ഓവർ ആക്ടിങ്, ഒരു കുറ്റവും പോരായ്മയും പറയാനില്ല. നല്ല കിടുക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റോഷൻ ഇടയ്ക്ക് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആറാകുമ്പോഴത്തേക്കും കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ കാണണം. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ സംഭവം കണ്ടാൽ തന്നെ ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ റോഷൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച കുട്ടി മാത്രം ഇച്ചിരി ആക്ടിങ്ങിൽ ബാക്കിലോട്ടായിരുന്നു. ബാക്കി എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പുതുമുഖമായോണ്ടായിരിക്കും പിന്നീടുള്ള സിനിമകൾ റെഡിയാവും. ബാക്കി ഓവറോൾ സിനിമ നല്ല മൂഡിലാണ് പോകുന്നത്. അധികം ആക്ടിവിസ്റ്റോ കാര്യങ്ങളോ ഒരുപാട് ഇതൊന്നുമില്ല. പടം നല്ലൊരു വൈബിലാണ് പോകുന്നത്. 2.5 മണിക്കൂർ തീരുന്നത് നമുക്കറിയത്തില്ല. അധികം ആക്ടിവിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥിരം നമ്മൾ കണ്ടുവന്ന സ്റ്റോറിയല്ല, ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ പല കേസുകൾ, ഇവർ സഞ്ചരിക്കുന്ന വഴികൾ ഒക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്.
പിന്നെ ചില ഭാഗങ്ങളിൽ ഒരു നമ്മൾ ചില ഈ പ്രേത സിനിമയൊക്കെ കാണുന്ന പോലത്തെ സീനുകളൊക്കെ ഉണ്ട്, പേടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം, മഴ പെയ്യുന്നത് എല്ലാം പക്കായിട്ടുണ്ട്. നമ്മൾ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററാണ് കാണുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ കണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു പോലീസുകാരനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനും എങ്ങനെ പെരുമാറുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മൂലം സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയുന്നതും ഇനിയും ഈ കേസിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നത് അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്ന രീതികളും എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ അതിനകത്ത് ഗൈഡസേ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല. പിന്നെ റോഷൻ എന്ന് പറയുന്ന ഒരു ഇച്ചിരി പേടിയുള്ള പുതുതായിട്ട് സർവീസിൽ കയറിയ ഒരു കഥാപാത്രമായിട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒന്നും പറയാനില്ല, പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയാസും രാഷ്ട്രീയക്കാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു കേസ് എങ്ങനെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഏത് രീതിയിലാക്കാം, ഏത് രീതിയിൽ മാറ്റം സംഭവിക്കാം എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഞാൻ ഈ പടം കാണാനിടയായ സാഹചര്യം വെച്ചാൽ ഞാൻ ചോട്ടാ മുംബൈ കാണാൻ വേണ്ടി ചങ്ങനാശ്ശേരി അഭിനയിൽ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെല്ലിനാണ് ഈ റോന്തിൻ്റെ ട്രെയിലർ കാണാനിടയായത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ്. ഇത് റിലീസിൻ്റെ അന്ന് തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ അന്ന് കാണാൻ സാധിച്ചില്ല. അതാണ് ഞാൻ ഇന്ന് പോയി കണ്ടത്. ഞായറാഴ്ചയാണ് ഞാൻ കണ്ടത് നമ്മുടെ തിരുവല്ല കടപ്പുറ ആശീർവാദ് സിനിപ്ലെക്സ് മോഹൻലാലിൻ്റെ തിയേറ്റർ. നല്ല പക്കാ തിയേറ്ററാണ്, ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് കൂടുതലും നല്ല സീനുകളൊക്കെ ഉണ്ട്, മഴ പെയ്യുന്നത്, പിന്നെ കൊടൂരമായിട്ടുള്ള വനമല്ല രാത്രി ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചീവീടിന് വെച്ചാൽ മഴയുടെ സൗണ്ട് എല്ലാം നല്ല കിടുക്കനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളൊരു 4K ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോകണം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഷാഹി കപൂറിൻ്റെ ഇതുപോലത്തെ മികച്ച സിനിമകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യട്ടെ, എഴുതട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പം പുതിയൊരു പടത്തിൻ്റെ വിശേഷങ്ങളായി വീണ്ടും കാണാം. ബൈ.